ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ നിസ്സാരം മാതിരി ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ആയിരിക്കും പല ആൾക്കാർക്കും തോന്നുക ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. എന്നോട് ചോദിക്കാറുണ്ട്, രാവിലെ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ചെയ്യണം, എങ്ങനെയാണ് പാടുപെടുന്നത് ഇത്രയും എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാം ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് വയ്ക്കും. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും പല പല ഫുഡ് ഐറ്റംസാണ് ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പലതരത്തിൽ കഴിക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം. അല്ലാണ്ട് ഒരേപോലെ എന്നും ഒരേ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മദർ പറയുമായിരുന്നു, കുക്കിംഗ് ഈസ് എൻ ആർട്ട്. പക്ഷേ അത് എൻ്റെ തലയിലോട്ട് ഒരിക്കലും പോയിട്ടില്ല കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ മതി. വെറും പണിയല്ല, 8ൻ്റെ പണി. അത് എൻ്റെ മദറിൻലോ അതങ്ങോട്ട് വെച്ചിട്ട് ഇതങ്ങ് കുഴച്ച് വെച്ചിട്ട് അങ്ങ് പോകും കേട്ടോ, പള്ളിയിലെന്നും പറഞ്ഞ്. അതിൻ്റെ പണി കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ മതി. ഇത് വെച്ചിട്ട് ഞാൻ കിടന്ന് എന്തോന്നാണ് 2 സ്റ്റൂളിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് പിഴിയാൻ നോക്കുന്നു. എവിടെ വല്ല രക്ഷയുണ്ടോ? ഇതൊക്കെ ഞാൻ പയറ്റി അവസാനം എനിക്ക് പിന്നെ എല്ലാം ഒരു ചാലഞ്ചായിട്ട് എടുക്കാനാണ് എനിക്കിഷ്ടം. പോസിറ്റീവായിട്ട് എടുക്കുക, ചിന്തിക്കുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം. പിന്നെ നമുക്കും വിശപ്പിന് എന്തെങ്കിലും കഴിക്കണമല്ലോ. അതോർത്തിട്ട് ഞാനങ്ങ് പയറ്റി കണ്ണും പൂട്ടിയും എല്ലാം പഠിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ പുള്ളിക്കാർ നല്ലോണം ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാ കാര്യം പറഞ്ഞൊക്കെ തരുവേ, അതുപോലെ ചെയ്യാൻ. പിന്നെ അതിനൊരു ഇച്ചിരി ഉപ്പ് കൂടാൻ പോലും എനിക്കറിയത്തില്ല. ഉപ്പ് കൂട്ടിയിടാം, പുള്ളിക്കാർ പറയണ അതേ രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നേ. അപ്പം അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി എല്ലാ തരവും കുക്കിങ്ങൊക്കെ പഠിച്ചു. പിന്നെ കുറേ എൻ്റെ മദറിൻ്റെ റെസിപ്പീസ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കുമായിരുന്നു, ഇന്ന സാധനം ചെയ്യുമ്പോൾ ഇന്ന എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഞാൻ വൻ വിജയത്തിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ യൂട്യൂബിലിങ്ങനെ വലിയ കാര്യത്തിന് കുക്കിങ്ങൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാണ്. ദൈവമേ, എനിക്ക് എൻ്റെ ABCD അറിയാത്ത ഒരാളായിരുന്നല്ലോ ഞാനെന്ന് വെച്ചാൽ. ബാക്കി എല്ലാ കാര്യത്തിനും എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഡാൻസിനാവട്ടെ, പാട്ടിനാവട്ടെ, പിന്നെ തയ്ക്കുക, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ബാക്കി എല്ലാ സാധനവും എനിക്കിഷ്ടമായിരുന്നു. അപ്പം എൻ്റെ മമ്മി എപ്പോഴും പറയും. പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫുഡിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു. പിന്നെ ചോറെന്ന് പറയുന്ന കാരണം കണ്ടുകൂടായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള വിഭവങ്ങളൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലെ വലിയ മാസ്റ്റർ പീസായിട്ട് ഞാൻ കണ്ടിരുന്നത്. അതും എനിക്ക് കുറച്ച് നേരം ചെയ്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യം എപ്പോൾ ചാടിയെന്ന് ചോദിച്ചാൽ മതി അടുക്കളയിൽ നിന്ന്. എനിക്കെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ